ഗായ്സ് അങ്ങനെ 2 ആഴ്ച കൂടി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്ന് വൈകുന്നേരം. കുറച്ച് നേരത്തൊക്കെ എന്നെ കാണാണ്ടപ്പോൾ ഇത് അല്ലുക്കുഞ്ഞ് പുറകെ വന്നിട്ട് എന്തോ ചോദിച്ചുകൊണ്ട് എന്താ അല്പ അങ്ങനെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് തിരിച്ച് വീണ്ടും അടുക്കളയിൽ വന്നു കേട്ടോ. കാര്യം നമുക്ക് കുറച്ച് സ്പെഷ്യൽ കറികൾ കാണിക്കാനുണ്ട് കേട്ടോ. അമ്മച്ചിയുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, രാജസ്ഥാനിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചി കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ്, ചിക്കൻ, കപ്പ ബിരിയാണി അങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ പതിവ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഫോൺ ഒരു റാക്കിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചപ്പോൾ നിഖിലേട്ടൻ അത് കണ്ടില്ല കേട്ടോ. അപ്പോൾ കാണാത്ത എക്സ്പ്രഷൻ കണ്ട് ഞാനങ്ങ് ചിരിച്ചതാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പിള്ളേർക്കുള്ള പാല് വെക്കുകയാണ് കേട്ടോ. ഈ സമയം അമ്മച്ചി ഇവിടെ വീട്ടിലില്ല, കാര്യം അമ്മച്ചി ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിക്കുവാണ്. അതൊക്കെ ഇനി നമ്മൾ തുണി പറക്കുവാണ്. ഉച്ചയ്ക്ക് ഇട്ട തുണിയാണ്, എല്ലാം അങ്ങ് ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഉണങ്ങിയതൊക്കെ പറിക്കാൻ മാറ്റാൻ ഓർത്ത്, കാര്യം നല്ല മഴക്കാറ് കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ മഴ പെട്ടെന്ന് പെയ്താലും നമുക്ക് എല്ലാം കൂടി എടുക്കാൻ ഓടുണ്ടല്ലോ. ഞാൻ ഇറങ്ങി പുറകെ തെച്ചുട്ടി അല്ലുക്കുഞ്ഞും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു ഇറങ്ങണമെങ്കിൽ ഇറങ്ങിയിട്ട് നേരത്തെ, കാര്യം എപ്പോഴും TV കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ വെക്കേഷൻ ഫുള്ളതാണ് പരിപാടി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുറച്ചും പുറത്തിറക്കും, ചെളിയിലോ മണ്ണിലോ വെള്ളത്തിലോ ഒക്കെ കളിച്ചിട്ട് നോർക്കോട്ട്. TV കാണുന്നേക്കാളും വേദമാണല്ലോ. ഞാൻ തുണി കൊണ്ടിടാൻ തന്നെയാണ് ദൈവമേ പാല് വെച്ചിട്ടാണല്ലോ പോയെന്ന് ഓർത്തത് കേട്ടോ. വിചാരിച്ച പോലെ തന്നെ പാല് തിളച്ച് ഫുള്ള് ഇത് താഴെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾ ചായയും വെച്ച് പിള്ളേർക്കുള്ള പാലൊക്കെ ഇതേ കാച്ചി സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്തു എന്തെങ്കിലും പഴം കൂടെ പുഴുങ്ങി കൊടുക്കാം. ഞാനിപ്പോൾ വീട്ടിലോട്ട് ഇറങ്ങുമല്ലേ, അപ്പോൾ പിന്നെ വണ്ടി ഇരിക്കുമ്പോൾ അവർക്ക് വിശക്കും. അപ്പോൾ പഴം കൊടുത്തിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വിശക്കില്ലെന്ന് ഓർത്തിട്ട് അതും കൂടെ പുഴുങ്ങാൻ വെച്ചേക്കുവാണേ. തിരിച്ച് പുറത്ത് വന്നപ്പോഴേക്കും 2 പേരും മണ്ണിക്കളിയാണ് കേട്ടോ. നിഖിലേട്ടൻ കൂടെ നിൽപ്പുണ്ടേ. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും കളിപ്പാട്ടങ്ങൾ കുറച്ച് എടുക്കാം, കാരണം വീട്ടിൽ കളിപ്പാട്ടങ്ങൾ കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. 2 ദിവസം നിൽക്കാൻ പോലും കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് പിള്ളേരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞാനും റെഡിയായി. ഞാൻ വേറെ ഡ്രസ്സൊന്നും മാറുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു നൈറ്റ് ഡ്രസ്സിന് ഇട്ടുകൊണ്ട് പോകുന്നത്. നേരത്തേക്ക് എനിക്ക് ഒരുങ്ങിയൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പം എന്തായാലും കാറിലാണല്ലോ പോകണത്, പുറത്തൊന്നും ഇറങ്ങുന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഡ്രസ്സിന് ഇട്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ അത് തന്നെ അങ്ങ് ഇട്ട് റെഡിയായി. പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. പല്ലുകുഞ്ഞ് തെച്ചുകൊണ്ട് ഇത് പുറത്ത് അച്ഛൻ വന്നോ നോക്കി നിൽക്കുവാണ്. നല്ല മഴയാണ്. അപ്പോൾ ഏട്ടെ കുറച്ച് ലേറ്റായി, ഇതെല്ലാം വന്നിട്ടുണ്ട്. വന്ന പാടത്തിന് നമ്മൾ ഇറങ്ങി കിട്ടും. അപ്പോൾ അത് അല്ലുക്കുഞ്ഞ് തെച്ചുകൊണ്ട് ടാറ്റയൊക്കെ കൊടുക്കുകയാണ്. നല്ല മഴക്കാറായിരുന്നു, മഴ പെയ്തായിരുന്നു കേട്ടോ അപ്പോഴേക്കും. പിന്നെ ഏട്ടയ്ക്ക് എന്തൊരു കോൾ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തിയിട്ട് ഏട്ടെ കോൾ ചെയ്യുവാണേ. നമ്മൾ ട്രിവാൻഡ്രം പോയ സമയത്ത് ആ ഒരാഴ്ചയൊന്നും വീട്ടിൽ പോയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ആഴ്ച എങ്ങാനും ഗ്യാപ്പായി. അപ്പോൾ അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് പോണത്. വീട്ടിൽ വന്ന പാടത്തെ അപ്പോൾ പുതിയൊരു തുളയ്ക്കുന്ന സാധനം വാങ്ങിച്ചു തന്നെ. പിന്നെ അല്ലുക്കുഞ്ഞും തെച്ചുട്ടേടും കളി അതിലായിരുന്നേ. പിന്നെ മിഠായിയൊക്കെ കൊണ്ട് തന്നു, അത് അവൻ തട്ടിപ്പറിച്ചിട്ട് കയ്യിൽ നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കപ്പ ബിരിയാണിയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ഏട്ടയെ അവിടെ ചെന്ന് പാടെ അതെടുത്ത് കഴിച്ചു. ഞാൻ കുറച്ച് കപ്പയും പിന്നെ അമ്മ ഉണ്ടാക്കിയ ചിക്കനും കൂടെ കഴിച്ചു കേട്ടോ. ഒരു സന്ധ്യയ്ക്കാണ് കഴിക്കണത്. അപ്പോൾ പിന്നെ രാത്രി ഒന്നും വേണ്ട, കാര്യം വയറ് നിറയും. കപ്പയും കൂടെ ആകുമ്പോൾ പിന്നെ ഗ്യാസും കൂടെ കയറി വയറ് നിറഞ്ഞിരിക്കും കേട്ടോ. വയറ് ഫുള്ള് നിറഞ്ഞു. അപ്പോൾ രാത്രി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മ കുറച്ച് ഫ്രൂട്ട്സ് ഇതേ കട്ട് ചെയ്തുകൊണ്ടൊന്ന് മാംഗോയും നമ്മുടെ മുന്തിരിയും. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞാനും ഏട്ടയും കൂടെ കഴിച്ചു കേട്ടോ. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല, കിടക്കുക ഉറങ്ങുക അത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷത്തിലുള്ള നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.